ജസ്റ്റ് ആയാണോ? എനിക്ക് മീനെ അടിച്ച് ഫിഷ് അടിച്ചിരിക്കുന്ന ഫ്രോഗ് ഉണ്ടല്ലോ മച്ചന്മാരെ. ഹായ് മച്ചന്മാരെ, ഇപ്പോൾ എല്ലാവർക്കും ചൂണ്ടക്കാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളായിട്ട് സ്നേക്ക് ഫിഷിങ്ങിൻ്റെ പുറയിലായിരുന്നു കേട്ടോ. അപ്പോൾ അവസാനം നമുക്ക് ഒരു മീൻ കയറിയിട്ടുണ്ട്. പിന്നെ അതുമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ കാസ്റ്റിങ്ങിനൊക്കെ പോയായിരുന്നു. ഇഷ്ടംപോലെ സ്ട്രൈക്കിങ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെല്ലാവരും കൂട്ടി നൈസൊരു വീഡിയോ ആണ് നമ്മളിന്ന് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒന്നാണ് ഈ പായലിൽ ഉടക്കുന്നവരാണ്. എല്ലാം പണ്ടൊക്കെ കൊണ്ട് അവൻ അടിച്ചു കയറ്റായിരുന്നു. എൻ്റെ മച്ചന്മാർ ചെറുമീൻ. അയ്യോ മുതല. എൻ്റെ പൊന്നെ, നമ്മുടെ സ്വന്തം ഫ്രോഗിലടിച്ച് മീനൊക്കെ ഉണ്ടോ? വായാന്ന് പറഞ്ഞ് നിൽക്കുന്നു കേട്ടോ ഗൈസ്, കറുത്ത കളർ കാരണം. എൻ്റെ പൊന്നെ, ഒന്നും പറയാനില്ല. ഓൾമോസ്റ്റ് ഒരു 3 kg ഓക്കെ, 3 കിലോ മസ്റ്റ് ഉറപ്പായിട്ടും. കണ്ടല്ലോ ചാവരെ, നമുക്ക് ഇപ്പം കിട്ടി ചെറിയ കേട്ടോ. സൈസ് കണ്ടല്ലോ, ഒരു രക്ഷയില്ല സാധനം. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ ചെറിയ കേട്ടോ. സൈസ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കേട്ടോ നിങ്ങളെ കണ്ടല്ലോ, കയ്യൊക്കെ നീളമാണ് സാധനത്തിന് കേട്ടോ. നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ സാധനം. എന്തായാലും നമ്മൾ ഇതുകൊണ്ട് തൃപ്തനാണ്. അത് നമ്മൾ കിട്ടിയ ഫ്രോഗ് ഉണ്ടല്ലോ, നമുക്ക് കടയിൽ നിന്ന് മേടിച്ചല്ലോ, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത്. നമ്മുടെ സ്വന്തം ഫ്രോഗ് ഉണ്ട് നമുക്ക് കിട്ടിയേക്കുന്നത്. എന്തായാലും നമുക്ക് ഇതിനെ നമുക്ക് മാറ്റിയിട്ട് നമുക്ക് കാസിങ് തുടങ്ങി നോക്കാം. 3 കിലോ മാക്സിമം, അതിൽ കൂടുതൽ കാണത്തില്ല. തല ഉണ്ടല്ലോ, കിട്ടില്ലൊരു സാധനം. പിന്നെ റോഡ് ഞാൻ വെച്ച് കാണിച്ചാൽ എൻ്റെ കറക്റ്റ് വലിപ്പം ഉണ്ടല്ലോ. റോഡ് കണ്ടല്ലോ, ഇതാണ് സാധനം, ഇതാണ് ചെറുമീൻ. നമ്മുടെ ചെറുമീനെ കിട്ടിയ സെയിം സ്പോട്ടിൽ തന്നെയാണ് ഇന്ന് വന്നേക്കുന്നത് കേട്ടോ. ഇതപ്പം നമ്മൾ ഇന്ന് ഉപയോഗിച്ച് നോക്കാൻ പോകുന്നത് നമ്മുടെ റിയൽ വാരിയറിൻ്റെ ലിസാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്ട്രാ സോഫ്റ്റ് എഡിഷൻ ഫ്രോ ആണ് കേട്ടോ. അത് ബാക്കിൽ സ്പിന്നറൊക്കെ വരുന്ന കിടക്കം ഫ്രോ. പിന്നെ നമ്മളത് ഒരു ബൈക്ക് കാസ്റ്റിംഗ് റോഡും റീലും വാങ്ങിച്ചിരുന്നു കേട്ടോ. അധികം നാളായില്ല, ഒരു 2 മാസമായിട്ട് വാങ്ങിച്ചിട്ട്. നമ്മുടെ അബൂഗ്രാസിയുടെ സിൽവർ മാക്സും അതുപോലെ തന്നെ ബ്ലാക്ക് മാക്സ് 3 എന്ന് പറയുന്ന റീലുമാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് മാർക്കറ്റിലുള്ള സാധനമാണ്. നമ്മൾ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ 2 മാസം ആകുന്നുള്ളൂ ഇത് വാങ്ങിച്ചിട്ട്. എറിഞ്ഞ് പഠിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂർ ഡാഡിയുടെ നെവർ ഫെയിൽ എന്ന് പറഞ്ഞ ബ്രൈഡാണ്. ഇപ്പോൾ ഉണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ബ്രൈഡ് ഉണ്ടല്ലോ വളരെ തിന്നായിട്ട്. നമ്മൾ നോർമൽ ബ്രാൻഡൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് ബ്രൈഡ് ഭയങ്കര തിന്നാണ്. നമ്മുടെ നോർമൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡൊക്കെ നമ്മൾ 28 ഒക്കെ യൂസ് ചെയ്യുന്നത്, 25 ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരുടെ 28 യൂസ് ചെയ്യുന്നു കേട്ടോ. കാരണം അത്രയ്ക്ക് തിന്നാണ്. നമുക്ക് നല്ല ഡിസ്റ്റൻസിലേക്ക് കാസ്റ്റ് ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ പറ്റിയ സാധനം. ഒറ്റ കാസ്റ്റ് ചെയ്ത് നമുക്ക് ജെറ്റ് ഇട്ട പോലെ സാധനം പോകും. അപ്പം നമുക്കൊന്ന് ഇതൊക്കെ ഇട്ടൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളപ്പുറം വാങ്ങിയിരിക്കുകയാണ്. അടിക്ക മീനെ, അടിച്ച് ഫിഷ് ഓൺ. അടിപൊളി, അവൻ ആ പുറകിൽ അടിച്ചു. അടിപൊളി ചെറുമീനാന്ന് തോന്നുന്നു കേട്ടോ. വലിയ വെയിറ്റ് ഒന്നുമില്ലെന്ന് തോന്നുന്നു, വലിയ ഫൈറ്റൊന്നും ചെയ്യുന്നില്ല. എടാ വലിച്ച് കയറ്റി വിടാം, നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകും. നോക്കാം, ബ്ലൈഡ് കിടപ്പുണ്ടോ വെള്ളത്തിൽ? അയ്യോടാ പണി കിട്ടിയടാ. വരാല് എൻ്റെ മോനെ. ഓ ഗായ്സ്, ഒരു രക്ഷയില്ല. എൻ്റെ അമ്മ ചിമിട്ടം വരാല്, അടിപൊളി. നമ്മുടെ ഫ്രോഗിൻ്റെ അവസ്ഥ കണ്ടോ, നമ്മുടെ ലിസാർഡ് കണ്ടാ, ഒരു രക്ഷയില്ല. കറക്റ്റ് വീണപ്പോൾ തന്നെ അവൻ പോയി കേട്ടോ. ഒരു രക്ഷയില്ല, കിടിലം വരാലടാ. കിടിലം ഹുക്കപ്പായിരുന്നു കേട്ടോ. നമ്മുടെ ലിസാർഡ് റിയൽ വാരിയറിൻ്റെ ലിസാർഡ് ഫ്രോഗാലായിരുന്നു കേട്ടോ. ഇവനെ റെഡിയാക്കി എടുക്കാം. നമുക്ക് കിട്ടിയ മീൻ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എനിക്ക് കണ്ടോ, ചമാരെ കണ്ടോ, കണ്ടോ വാ, എൻ്റെ വരാളുടെ സൈസ് കണ്ടോ, എന്നാ സാധനമാണെന്ന് നോക്കി.
ഇടുക്കം വരാറില്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. ഇതുണ്ടോ ഇത്ര സൈസാണത്, ഇത് കണ്ടോ കറക്റ്റ് കിടിലം സൈസ് വരാമെന്ന് പറഞ്ഞാൽ കിടിലം വരാമല്ലോ, ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ പിന്നെ കൊല്ലിക്കാതിട്ട് മാറ്റിയിട്ട് നമുക്ക് ഏറ് തുടങ്ങാം. ഇനിയും കിട്ടിയാലോ. ജസ്റ്റ് മിസ്, ജസ്റ്റ് മിസ്. ആയാണോ ആയാന്നോടാ, അയ്യോ എന്നെ എവിടെ ഓടിക്കുന്നു. അമ്പോ ജസ്റ്റ് സ്ട്രൈക്ക് എടുക്കാൻ പറ്റിയില്ല, ഇട്ടാ ഒറ്റ അടിയായിരുന്നു. ഒരു പൂവാ തൂക്കി കയറ്റാവോ, അല്ലെങ്കിൽ ട്രെയിനിനെ പിടിച്ചു. യെസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ മീൻ കയറിയിട്ടുണ്ട്. അടിച്ച ഫ്രോഗ് കണ്ടോ, ലിസാർഡ്. എൻ്റെ പൊന്നെ ജസ്റ്റ് മിസ്. സ്നാപ്പ് ഇരിക്കുന്നതാണ്ടോ, സ്നാപ്പ് നിവർന്നു പോയി കേട്ടോ. മാതിരി ആരോഗ്യം ഈ സാധനത്തിന്. ഇത്ര നീളമൊന്നുമില്ലല്ലോ, ഉരുണ്ടൊരു മീനാണ് കേട്ടോ. യെസ്, എന്നാലും പിന്നെ കൊല്ലിക്കകത്തെടുത്തിട്ടേക്കാം. അപ്പം അത് നമ്മുടെ ഫ്രോഗ് ഇത് കണ്ടല്ലോ, റിയൽ വാരിൻ്റെ ലിസാർഡ് കേട്ടോ. ലിസാർഡിൽ നമുക്ക് ഇഷ്ടംപോലെ മീൻ അടിച്ചിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ ഇപ്പോഴത്തെ വാഹ അടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കൊല്ലിക്കകത്ത് മാറ്റിയേക്കാം. സൈസ് ഏകദേശം ഒരു 2 കിലോ കാണത്തുള്ളൂ, മാക്സിമം 2 കിലോ. നീളക്കറ പക്ഷെ നല്ല ഉരുണ്ട മീനാണ് കേട്ടോ, നല്ല കിടിലൻ ഒരു മീനാണ്, നല്ല സൈസ് ഉണ്ടല്ലോ. അതിനൊക്കെ ജീവനോട് ഇടാൻ പറ്റുവാണെങ്കിൽ നമ്മൾ വളർത്താൻ നോക്കും. സാധാരണഗതി നമ്മൾ പിന്നെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് ചത്തുപോയി സാധനം, കരയ്ക്ക് കയറിയാ പറഞ്ഞു ഉണ്ടല്ലോ, സൈസ് ഉണ്ടല്ലോ, ചെറിയൊക്കെ ഉണ്ടോ, നല്ല കിട്ടില്ല സാധനം. അയ്യോ, അങ്ങനെ വലക്കകത്ത് ഇട്ടാക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാസ്റ്റിങ്ങിലോട്ട് കിടക്കാം. അല്ല നല്ല സുഖമായിട്ട് ഓടിക്കളിച്ച് കിടന്നോളൂ. ഉണ്ടോ പോയി പോയി, എന്നാ അടിയായിരുന്നു. പിന്നെ കൊണ്ടുപോയതുണ്ട്, അത് കൊണ്ടുപോയതുണ്ട്, എന്നാ പോക്കാണ്. ഒരു ഭയങ്കര മീനാണ് ഗൈസ്. നല്ലോണം ഹുക്കപ്പ് വരുന്നെങ്കിൽ വള്ളമായിട്ട് കായലിൽ കൂടെ നടക്കായിരുന്നു. എൻ്റെ പൊന്നെ, മുതലക്കുഞ്ഞാമോ. ഓ ചെറിയ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നോക്കല്ലേ. അപ്പോൾ അടുത്ത ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അത് കാണാനായിട്ട് നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വെച്ച് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അടുത്ത വീഡിയോ കാണാം.